അതേമാതിരി നാസി, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി സിനിമയിലൊക്കെ പോലെ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ബൈക്ക്. ഓ, ഞാൻ ഈ ഓൾ ഇന്ത്യ വിചാരിച്ച് മറ്റേ ട്രെയിൻ ബസ്സൊക്കെ കയറിയാണ്ട് അങ്ങനെ ബൈക്കുമേല് ഹംബിളായിട്ട് പോകുന്നില്ല. ഓൾ ഇന്ത്യ എന്ന് പറയാമല്ലോ, മീൻസ് ഫുൾ ഇന്ത്യ കറങ്ങിയില്ല. അല്ല, ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോ എല്ലാരും ഒരു മേജർ പ്ലേസ് കവർ ചെയ്ത്. ഞങ്ങള് നീലാകാശം, പച്ചക്കടൽ ആ ഒരു ടൈക്ക് തന്നെയാണ്. ഈസ്റ്റ് സൈഡ് കൂടെ, ഈസ്റ്റ് അല്ല വെസ്റ്റ് സൈഡ് കൂടെ ഇങ്ങനെ ഈസ്റ്റ് സൈഡിൽ കൂടെ. യെസ്, എന്നിട്ട് ആസാം, സിക്കിം, ഞങ്ങൾ നേപ്പാളും പോയി, ഭൂട്ടാനും പോയി അന്ന്. പിന്നെ അതായിരുന്നു മെയിൻ ഒരു 1 month ട്രിപ്പ് ഇതേപോലെ ബൈക്കില്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബൈക്കില് ട്രാവൽ ചെയ്യുന്നവരൊക്കെ തിരിച്ചു പോരുമ്പോ നിങ്ങൾ ബൈക്ക് ട്രെയിനിൽ ആണോ? അങ്ങനെയാണ്. ഞാനും അങ്ങനെ ചെയ്തത്, പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തോണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് എന്റെ ഫ്രണ്ട് ഉണ്ട്, ഭയങ്കര കോമഡിയാ. അപ്പോ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് കോളേജ് ചെയ്യുമ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈക്കിൽ. എന്തായാലും അന്ന് അതിന്റെ ഒരു ടൈമായിരുന്നു, എനിക്ക് എന്തായാലും പോകണം നല്ല ആഗ്രഹമുണ്ട്. അന്ന് എന്റെ ഒക്കെ ബൈക്ക് അങ്ങനെ അതിന് കേപ്പബിൾ ആയിട്ട് ഒരു ബൈക്കും ഇല്ല. അപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ ഉമ്മർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനൊരു ഹിമാലയ എടുത്തിരുന്നു. അവനൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു, നമ്മ എന്തായാലും പോണം, കോളേജ് കഴിയുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് എന്തായാലും പോവാന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ കോളേജ് കഴിഞ്ഞിട്ട് ഇവന് സപ്ലൈ ഒക്കെ അടിച്ച് കുറച്ച് സീനായപ്പോ ഫാമിലിന്ന് കുറച്ച് സീനായി. അപ്പൊ ഇവൻ ബാക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ നാട്ടില് സുബൈർ എന്ന് പറയും. പക്ഷെ ഇവന്റെ വീട്ടില് ഭയങ്കര സീനാ, ഇവന്റെ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ അങ്ങനെ അധികം വിടൂല. അപ്പൊ ഞങ്ങളൊരു പ്ലാൻ ആക്കി, ഇവന്റെ ഉപ്പയും ഹജ്ജിന് പോണ്ടായിരുന്നു. ഇവനങ്ങ് പറഞ്ഞങ്ങ് വീഴ്ത്തി, സുബൈറ ലൈഫിൽ ഇനി ഇങ്ങനെ ഒരു ചാൻസ്, ഇത് കറക്റ്റ് ആണ്. ഓര് പോകുന്ന പിറ്റേ നമ്മൾ ഇറങ്ങുന്ന ബൈക്ക്. അതുപോലെ തന്നെ ഞങ്ങള് ഫുൾ പ്ലാൻ ചെയ്തു, സാധനങ്ങളൊക്കെ. ബൈക്ക് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, എന്റെ ഒരു RX ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റില്ല, അതിന് 25 മൈലേജ് ഒക്കെ ഉള്ളത്. അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ഹീറോ ഇമ്പൾസ് എടുത്തു. എൻഫീൽഡ് ഒന്നും അതുകൊണ്ട് കിട്ടൂല. ഇമ്പൾസും കിട്ടി, കുറച്ച് പൈസയും കയ്യിൽ കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബൈക്ക് കരിയറൊക്കെ അടിച്ചു, ഫുള്ള് സെറ്റ് ചെയ്തു, വണ്ടിയൊക്കെ പണിത് ഒരു ഓൾ ഇന്ത്യ വൈബ് ആക്കി. എന്നിട്ട് ഞാൻ ഇവനെ വീട്ടിൽ ഞങ്ങൾ ഫുൾ പർച്ചേസ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തു. ഇവന്റെ ഉപ്പിമ്മ ഹജ്ജിന് പോയി പിറ്റേസ് ഞങ്ങൾ ഇറങ്ങി. ഇവന്റെ നോക്കി, പക്ഷെ ഓന്റെ ഉപ്പിമ്മ അറിഞ്ഞില്ല, ഇവന്റെ ബ്രദേഴ്സ് ഒക്കെ അറിഞ്ഞിരുന്നു, പക്ഷെ ആരും ഉപ്പാണ് നമ്മളോട് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങള് എന്റെ വീട്ടിലും ചെറിയ സീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി. അങ്ങനെ ഞങ്ങള് പോയത്. ഞങ്ങൾ എന്നിട്ട് പോയി മെയിനായിട്ട് ഞങ്ങൾ അന്ന് കവർ ചെയ്ത് നേപ്പാൾ, ഭൂട്ടാൻ. അതായത് ഇപ്പൊ ഭൂട്ടാനും നമുക്ക് അങ്ങനെ കയറാൻ പറ്റൂല, അന്നത്തെ റെസ്ട്രിക്ഷൻസ് ഇല്ലായിരുന്നു. നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ ID കാണിച്ച് നമുക്ക് അവിടെ വിസ. നേപ്പാള് ഒരു സീനില്ല, ഒന്നും നോക്കണ്ട, ഒരു പാലുണ്ട്, ഡ്രൈവ് ചെയ്ത് പോയാൽ മതി, അത്ര എത്തി. പക്ഷെ നേപ്പാള് ഒരു പെർമിറ്റ് എടുക്കുന്നതല്ല അവിടെ കേറുമ്പോ, ഇൻ കേസ് ഞാൻ. പക്ഷെ അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ ട്രിപ്പായിരുന്നു ബെസ്റ്റ് ട്രിപ്പ് ഇൻ മൈ ലൈഫ്. എന്തുകൊണ്ടാന്ന് പറയും. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ആ ഒരു ടൈമിൽ നമ്മള് കുറെ പൈസ ഒന്നും ലക്ഷറി ഒന്നും അഫോർഡ് ചെയ്യുന്നില്ല. നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഞാൻ അവിടെ നിന്ന് കടം വാങ്ങിയിട്ട് നമ്മൾ ആഗ്രഹം കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പൊ കുറെ പൈസ ഉണ്ടായാ ഇനി ഒരു വെക്കേഷൻ പോവാ എന്നുള്ള ഇതിലല്ല. പൈസ ഇല്ല, പക്ഷെ ട്രിപ്പ് എന്തായാലും ഈ ടൈമിൽ തന്നെ പോണം എന്നുള്ളൊരു മൈൻഡ്. അപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് ചില ടൈമിൽ നമുക്ക് ട്രാവൽ ചെയ്ത് ആ മെമ്മറി ആയിരിക്കൂല പിന്നെ കുറെ കാലം. അപ്പൊ അതുകൊണ്ടാണ് അത് ഭയങ്കര സ്പെഷ്യൽ ആയത്. പിന്നെ ഞങ്ങൾ ട്രാവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ എവിടെ ഹോട്ടൽ റൂം എടുക്കുക അങ്ങനെ ഒന്നുമില്ല. ഞങ്ങള് അധികം ഫോക്കസ് ചെയ്യുന്നത് പള്ളി. അപ്പൊ നമ്മള് ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും മാപ്പിൽ ഒരു പള്ളി, ആ ഒരു വൈകുന്നേര സമയത്ത്, ഞങ്ങൾ രാത്രി ട്രാവൽ ചെയ്യില്ല, വൈകുന്നേര സമയത്ത് ഒരു പള്ളി കണ്ടെത്തും, എന്നിട്ട് ആ മസ്ജിദിക്ക് എത്തും, എന്നിട്ട് അവിടെ നിസ്കരിച്ചിട്ട് അവിടെ ആളുണ്ടെങ്കിൽ ആളോട് ഇങ്ങനെ പറയും. അപ്പൊ ഞങ്ങൾ ആകെ ഹിന്ദി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, ആകെ 2 വാക്ക് അറിയുള്ളൂ, ഹം മുസാഫിർ ഹേ സോനെ കേ ലിയേ ഇതർ. മനസ്സിലാവും. ഓ ചിലവരൊക്കെ മോനെ, ചിലവരൊക്കെ ഭയങ്കര അടിപൊളി. അതായത് ഞങ്ങൾക്ക് അപ്പോഴത്തേന് ഫുഡൊക്കെ തരും, ഗസ്റ്റ് റൂമൊക്കെ ഓപ്പൺ ആക്കി തരും. ചില സ്ഥലത്ത് നേപ്പാളിൽ പോയപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഇതുപോലെ അവരൊരു ഗസ്റ്റ് റൂമൊക്കെ ഓപ്പൺ ആക്കി തന്നു. ഇവിടെ കിടന്നോളി, പള്ളിന്റെ വേറെ ഗസ്റ്റ് റൂമൊക്കെ ഓപ്പൺ ആക്കി തന്നു. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ തിണ്ടലൊക്കെ എടുക്കാം ചില സ്ഥലത്ത്. പിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു, ഭയങ്കര ഫുഡ്, നെയ്ച്ചോറ്, ചിക്കൻ, ഭയങ്കര നല്ല ആൾക്കാർ. നേപ്പാളില് നല്ല മുസ്ലിംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിപൊളി. റൂംമേറ്റ് മണിയോ സ്വാഗത്തും 2 ആൾക്കാര് വീട്ടിൽ നിൽക്കുന്നത് നേപ്പാളീസ് ആണ്.
സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ട്രിപ്പ് ബെസ്റ്റ് ആയത്. അതായത് നമ്മളെ മെമ്മറി അത് പോകൂല. നിങ്ങൾ എത്ര ആൾക്കാരായിരുന്നു? ഞാനും എന്റെ സുബൈറും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബൈക്കിൽ. അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ തന്നെ പറയല്, കാസിയും സുനിയും, നീലാകാശം വൈബ്. പിന്നെ ഞങ്ങള് ഒരു ഒഡീസ എത്തിയപ്പോ ഞങ്ങൾക്ക് വേറൊരു മലയാളി ഒരു 3 ടീം ഉണ്ടായിരുന്നു. ഒരു 2 ഡ്യൂക്കും 2 ബുള്ളറ്റും. അപ്പൊ അവരെ പരിചയപ്പെട്ടു. അപ്പൊ അവരിങ്ങനെ ഒരേ റൂട്ട് തന്നെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാ പിന്നെ കുറച്ച് പോയത്. ഭൂട്ടാൻ ഞങ്ങൾ ഒരുമിച്ചാ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവര് നോർത്ത് ഈസ്റ്റ് പോയി, ഞങ്ങള് നേപ്പാള് കയറി ഒറ്റക്ക്. അപ്പൊ നിങ്ങള് പോകണ റൂട്ടിൽ ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ റീജിയൻസ്, പിന്നെ ഡൽഹി അല്ലെങ്കിൽ രാജസ്ഥാൻ അതൊക്കെ കവർ ചെയ്തിട്ട് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങള് മെയിൻ ആയിട്ട് ഇപ്പൊ കേരള, പിന്നെ ബാംഗ്ലൂർ പോയി, പിന്നെ അവിടുന്ന് ആന്ധ്ര, പിന്നെ അവിടുന്ന് മറ്റേ വിശാഖപട്ടണം, അത് കഴിഞ്ഞിട്ട് പുരി പോയി. ഒറീസ മറ്റേ നീലാകാശത്തിൽ ഒരു പുരി പോകുന്നുണ്ട്, അത് കണ്ടിട്ട് ഞങ്ങള് പുരി പോയതാ. അവിടെ പോയിട്ട് എന്റെ കടിച്ചു ആ വൈബ് എന്നെ എടുത്തു. പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. കൊൽക്കത്ത ഒരു കഥയാ. കൊൽക്കത്തന്റെ സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഹോൺ അടിക്കൽ നിർത്തൂല. എന്നിട്ട് ഭ്രാന്താവും. അവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ എല്ലാരും ഒരു കൈ ഹോണിലാ ഇങ്ങനെ കീക്കി. ഞങ്ങൾ എന്നിട്ട് ഒരു വട്ടം ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ചു തരും. ഞങ്ങള് 4-5 ബൈക്കല്ല, അപ്പൊ എല്ലാരും കൂടി ഒരുത്തനെ വളഞ്ഞ് ഞങ്ങൾ ഹോൺ അടിച്ചു കൊടുത്തു. അത്രക്കും അത് ഭയങ്കര ഹോണടി, പിന്നെ ഭയങ്കര ഒരു റഷ്, അങ്ങനത്തെ ഒരു ഫീലാണ്. പക്ഷെ കൊൽക്കത്തയില് ഞങ്ങൾക്ക് ഇവര് ഞങ്ങൾ കൂടുതലുള്ള മലയാളികള് വേറൊരാളെ കോണ്ടാക്ട് ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു മെയിൻ റൈഡർ മൂപ്പര് ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തു. ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് കൊൽക്കത്ത നല്ല അടിപൊളിയായിരുന്നു. കൊൽക്കത്തയിലല്ല ഹൗറ ബ്രിഡ്ജ്, അത് അടിപൊളിയാണ്. ജനറൽ നോളേജ്. സൂര്യന്റെ ഒരു പടം അറിയാം, കാതവൻ. അതില് ഇവനൊരു കൊൽക്കത്ത ബേസ്ഡ് ഡോണ. തമിഴ്നാട്ടിൽ എന്തോ കോൺട്രാക്ട് ആയിട്ട് വരാം. അതില് ഇവര് ഹൗറ ബ്രിഡ്ജ് ഒക്കെ കാണിക്കുന്നത്. അമ്മ ഞാൻ ആദ്യമായിട്ട് ഹൗറ ബ്രിഡ്ജ് ഭയങ്കര ഭംഗിയാണ്. ബ്രിട്ടീഷുകാരെന്തോ ഉണ്ടാക്കി. മറ്റേ തൂണില്ല, ഒറ്റ ഫ്രെയിം, സ്റ്റീൽ ഫ്രെയിം വെച്ചിട്ട് ചെയ്ത മറ്റേ നല്ല രസാ, അടിപൊളിയാ.